തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് വാഹന പരിശോധനയെ എതിർത്തിരിക്കുകയാണ് കോൺഗ്രസ്. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ സ്വാഭാവികമായിട്ടുള്ള വാഹന പരിശോധനയിൽ പ്രതിഷേധിച്ചു നേതാക്കൾ. കനോലി പ്ലോട്ടിന് മുന്നിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ചന്ദ്രൻ ചേരുകയാണ്. ശരത്ത്, ഗോവിന്ദൻ മാസ്റ്ററുടെ അടക്കമുള്ള പ്രതികരണം നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മറച്ചു വെക്കാനുള്ളവരാണ് ഈ പരിശോധനയെ ഭയക്കുന്നത് എന്നത് മാത്രമുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ചേർത്ത അതെ അതെ അതിലിപ്പോൾ പറഞ്ഞതുപോലെ ആളുകളുടെ ഇടയിലേക്ക് വരുന്ന ഒരു പൊതുചിന്ത എന്താണെന്ന് വെച്ചാൽ അതാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിലുണ്ടായിരുന്നത്. മറച്ചു വെക്കപ്പെടാനുള്ളവർക്കോ അല്ലെങ്കിൽ ഇന്നൊരു രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കാനുള്ളവർക്കോ ആണ് ഇത്തരം നടപടികൾ കൊണ്ട് ആവശ്യം. മറ്റ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, പൊതുജനങ്ങൾ, എല്ലാ വോട്ടർമാരും അങ്ങനെ തന്നെ പറയണമല്ലോ. ജനപ്രതിനിധികൾക്കൊന്നും ഇതിന്റെ പേരിൽ യാതൊരു പ്രിവിലേജുമില്ല. എല്ലാ വോട്ടർമാർക്കും ഇത്തരം നിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ബാധ്യസ്ഥരാണ്. അതാണ് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തി. അതാണ് ഈ ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. ഇത്തരം കാര്യങ്ങളോടുള്ള നമ്മൾ വിധേയപ്പെട്ടു നിൽക്കുന്നു എന്നിടത്ത് തന്നെയാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിവാദമാക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല എന്നതാണ് ഇപ്പോൾ പുതിയ പുതിയ വിവരങ്ങൾ വരുമ്പോൾ വെളിപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ആതിര പറഞ്ഞതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിശദീകരണം ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അത് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗം, ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് ആകെ ഒരു പൊതു നിലപാടുണ്ടോ, ഇത് ഉചിതമാണോ എന്നൊക്കെ സംശയിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ശൈലി. അപ്പോൾ ഈ ശൈലിയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈ നേതാക്കൾ മുന്നോട്ട് വെച്ച ഈ ആരോപണം, ഈ ആക്ഷേപം അത് പൂർണ്ണമായും കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ സ്വാഭാവികമായി നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായി നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് വന്നിട്ടുള്ളത്. ആ നിലയിൽ നടന്നിട്ടുള്ള പരിശോധനയാണ് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുള്ളത്. അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിശദീകരണം വന്നിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം തന്നെ, അധികം വൈകാതെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങൾക്കും മറ്റും നൽകുകയും ചെയ്യും. അതിലൂടെ അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമായി മാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന, ആക്ഷേപിക്കുന്ന, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കുന്ന വിധത്തിലേക്കാണ് ഈ രണ്ട് ജനപ്രതിനിധികളും പെരുമാറിയിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ അവർക്ക് കീഴിലാണ് ഈ ഉദ്യോഗസ്ഥരുടെ ആകെ പ്രവർത്തനങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അവരെ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം, നിർദ്ദേശാനുസരണമല്ല. എന്നിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം നടക്കുന്ന സാധാരണ പരിശോധനകളെ ആണ് ഇവിടെ ആക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് ഇത് സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന പരിശോധനകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്, അത് ആ നിലയിൽ തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലാ കളക്ടറുമായി കാര്യങ്ങൾ സംസാരിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി എന്നതുകൂടിയുണ്ട്. അതിനുശേഷമാണ് ഈ പ്രാഥമികമായ പ്രതികരണം വന്നിട്ടുള്ളത്. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിൽ ഇങ്ങനെയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കമ്മീഷന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. അത് സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന പരിശോധനയാണ് നടന്നിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി ഇതിനോട് പ്രതികരിച്ചിട്ടുള്ള ആ വാദം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. ഈ ആരോപണം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. വിശദമായ വാർത്താക്കുറിപ്പ് തന്നെ പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്നുകൂടിയാണ് ആതിര മനസ്സിലാക്കുന്നത്. ശരത്തി പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം അത് കോൺഗ്രസിന്റെ വാദത്തെ പൂർണ്ണമായും തള്ളുന്നു എന്നത് മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിലൊരു പരിശോധന നടക്കുമ്പോൾ കൃത്യമായിട്ടും ആ പരിശോധനയുടെ ദൃശ്യങ്ങൾ എടുക്കുക എന്നുള്ളതും ഒരു സ്വാഭാവിക നടപടിയാണ്. അവിടെ എത്തുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കുക എന്നുള്ളതും സ്വാഭാവിക നടപടിയാണ്. തീർച്ചയായും ഇതൊരു വിവാദത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാടാണോ ഇത് എന്നുള്ളതിൽ ഒരു വിശദീകരണം വരേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, തീർച്ചയായും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇത് റിഫ്ലക്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പല വിവാദങ്ങളും നേരത്തെ ഉണ്ടായ ഒരു ഘട്ടം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചർച്ച അതെ ഇതിനകത്ത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ചുമതല. ആ ഉദ്യോഗസ്ഥരും പോലീസ് സേനയും കേന്ദ്ര സേനയും എല്ലാം പ്രവർത്തിക്കുന്നത് കമ്മീഷന്റെ നിർദ്ദേശാനുസരണങ്ങൾക്കും ഉത്തരവുകൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ്. അത്തരമൊരു ഘട്ടത്തിൽ ജനപ്രതിനിധികളാണ് എന്ന നിലയിൽ എന്ത് പ്രിവിലേജാണ് എടുക്കാനാവുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ കമ്മീഷന്റെ ഉത്തരവിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ നിർദ്ദേശമുണ്ട്. അത് അവരോട് വളരെ ധിക്കാരപരമായി പെരുമാറി അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി തങ്ങൾ ജനപ്രതിനിധികളാണ്, MP ആണ്, MLA ആണ് എന്ന നിലയിലേക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഒപ്പമുണ്ടായിരുന്നവരെ കൊണ്ടത് വീഡിയോയിൽ ചിത്രീകരിക്കുക, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരിക, മാധ്യമങ്ങളിലൂടെ അതൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത്തരം വിചിത്രവും കൗതുകകരവുമായിട്ടുള്ള ഈ പരിശ്രമം അത്
ഒട്ടും പുതുമയില്ല. ഈ നേതാക്കളിൽ നിന്ന് തന്നെ പല തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം പല പ്രവർത്തനങ്ങളും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളും കഴിഞ്ഞ ദിവസങ്ങളുമായി തന്നെ വലിയ ചോദ്യം ഉയർന്നിരുന്നു. ഷാഫി മാങ്കൂട്ടം അവസാന ദിവസങ്ങൾ, പ്രചാരണ അവസാന ദിവസങ്ങൾ ഏത് തരത്തിലുള്ള ഷോ ആയിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗിമിക്കിലേക്കായിരിക്കും പോവുക എന്ന കൗതുകം നിലനിന്നിരുന്നു. അത്തരം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളുണ്ടായിരുന്നു. അതൊട്ടും തെറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ വഴിക്ക് തന്നെ നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പോലും ഇന്നാരും പയറ്റാത്ത തരത്തിലേക്കുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷെ ഇവിടെ പാളിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെയാണ് ഇവർ ചോദ്യം ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ ശ്രദ്ധിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും ഇതിലൂടെ ഒരു രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച് CPIM-ഉം ഇടതുമുന്നണിയുമായി കൊമ്പുകോർക്കാം. അതിലൂടെ നിലനിൽക്കുന്ന ഇപ്പം നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും UDF-ന് മുൻതൂക്കം നൽകുന്നതല്ല. മാത്രമല്ല അവരെ പ്രതിരോധത്തിലാക്കുന്നതുമാണ്. തുടക്കം മുതൽ നോക്കിയാലറിയാം. ഈ 62 ലക്ഷം വരുന്ന പ്രായമായ 60 വയസ്സിന് മുകളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മനുഷ്യരെ കൈക്കൂലിപ്പണം വാങ്ങുന്നവരായി ചിത്രീകരിച്ചെടുത്ത് തുടങ്ങുകയാണ് UDF-ന് താളം തെറ്റിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അതുപോലെ വഴിക്കടവിൽ 15-കാരൻ പന്നിക്കണി വെച്ച് വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി വെച്ച് അതിലൂടെ ആ ഒരു കുറ്റകൃത്യത്തിന്റെ ഇരയായ ഒരു 15-കാരൻ മരിച്ചപ്പോൾ അതിലൊരു രാഷ്ട്രീയ നേട്ടം പ്രതീക്ഷിച്ച് കോൺഗ്രസ് ആ രാത്രിയിൽ ഇറങ്ങിയതും പിറ്റേ ദിവസം ആ പ്രതി കോൺഗ്രസ്സുകാരനാണെന്നും കോൺഗ്രസ് പശ്ചാത്തലവും കോൺഗ്രസ് പഞ്ചായത്തുമായല്ല UDF പഞ്ചായത്തും അതിലെ മെമ്പർമാരും അതിലെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള ആ പ്രതിയുടെ അടുപ്പവും ചെയ്യാതിര ആ പഞ്ചായത്ത് കാട്ടുപന്നികളെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ നിർദ്ദേശം പാലിക്കാതെ കാട്ടിയിട്ടുള്ള അമാന്തവും ഒക്കെ വലിയ ചർച്ചയായപ്പോൾ അതിൽ നിന്ന് കോൺഗ്രസിന് പിൻവാങ്ങേണ്ടി വന്നു. ആ മുന്നോട്ട് പോയ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് പറഞ്ഞ കോൺഗ്രസിനെ കണ്ടതാണ്, കോൺഗ്രസ് നേതാക്കളെ കണ്ടതാണ്. പിന്നീട് ആ വാദം ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ചർച്ചകളിലൊക്കെയും വോട്ടർമാർ അത് ചോദിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നു. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയം അവതരിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിക്കുക മാത്രമല്ല ചെയ്തത്. 2 സുപ്രധാനമായ ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട 2 സുപ്രധാന ചടങ്ങുകളിൽ പാണക്കാട് തങ്ങന്മാർ തന്നെ അതാത് കാലങ്ങളിലെ പാണക്കാട് തങ്ങന്മാർ പോകാതിരുന്നത് മുഖ്യമന്ത്രി വളരെ ആധികാരികമായി ചോദിച്ചു. എന്തുകൊണ്ട് അവർ പോകാതിരുന്നുവെന്ന് ഇന്നത്തെ കോൺഗ്രസ് ലീഗ് നേതൃത്വം മനസ്സിലാക്കണമെന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറ്റേന്ന് രാവിലെയാണ് ഈ വിധത്തിലേക്ക് രാഷ്ട്രീയമായി ഉയരുന്ന ചോദ്യങ്ങൾക്കും വർഗീയ വിരുദ്ധമായ നിലപാടുകൾക്കും വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴാണ് നിലമ്പൂരിൽ ഇങ്ങനെ ഇത്തരം പൊളിറ്റിക്കൽ ഗിമിക്കിലൂടെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ മുൻപ് പറഞ്ഞ പൊളിറ്റിക്കൽ ഷോ നടത്തി എങ്ങനെ ശ്രദ്ധ തിരിക്കാമെന്ന ഒരു പരിശ്രമം ഇവരിൽ നിന്ന്, ഈ നേതാക്കളിൽ നിന്ന് ഉണ്ടായോ എന്ന ചോദ്യം ഉയരുന്നത്. അത് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ അവർക്ക് അബദ്ധം പിണഞ്ഞത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് എന്നുള്ള ഇതിനെ മറച്ചുവെച്ച് CPIM-മായി കൊമ്പുകോർക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായി വിഷയത്തിൽ വിശദീകരണം നൽകുന്നു. ആ വിശദീകരണം ഒരു തരത്തിലും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന സാധാരണ പരിശോധനയുടെ ഭാഗമാണ് എന്ന പ്രാഥമിക വിവരം വരുമ്പോൾ തന്നെ ഈ ഒരു രാഷ്ട്രീയ ലക്ഷ്യം പരിശ്രമം പരാജയപ്പെടുകയാണ്. അതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും ആവർത്തിച്ച് പറയേണ്ടത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ജനപ്രതിനിധികളെന്നല്ല, MP എന്നല്ല, MLA എന്നല്ല, ഒരാൾക്കും ഒരു പ്രത്യേകമായ ഏതെങ്കിലും അധികാരങ്ങളോ പ്രിവിലേജുകളോ ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതനുസരിച്ച് മാധ്യമങ്ങളടക്കം എല്ലാവർക്കും പരിശോധനകൾക്കായി കൈകാട്ടിയാൽ വാഹനങ്ങൾ നിർത്തുക, പരിശോധനയ്ക്ക് വിധേയമാക്കുക. നമ്മൾ മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ ബോർഡ് വെച്ച് MP-മാരും MLA-മാരും പോകുന്നത് പോലെ തന്നെ ബോർഡ് വെച്ച് പോകുന്നതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു, പുതുപ്പള്ളിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിനായി യാത്ര ചെയ്ത് പുതുപ്പള്ളിയിൽ ചെന്ന് കയറുന്ന, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ ബോർഡറിൽ രാത്രി സമയത്താണ് ചെന്ന് കയറുന്നത്. അവരെ കൈ കാണിച്ച് നിർത്തി കൃത്യമായി അവർക്ക് മാധ്യമ സ്ഥാപനത്തിന്റെ വാഹനമാണെന്ന് മനസ്സിലായി. പക്ഷേ അവർ പൊക്കോളെന്നല്ല പറഞ്ഞത്, ഡിക്കി തുറക്കാൻ പറഞ്ഞു. വിവരങ്ങൾ ഓരോന്ന് ചോദിച്ചു. വാഹനത്തിനകത്തേക്ക് ടോർച്ച് അടിച്ചു നോക്കി, വിവരങ്ങൾ പരിശോധിച്ചു. അവർക്ക് സംശയം ബാഗുകൾ പരിശോധിക്കാൻ നിന്ന് ബാഗുകൾ പരിശോധിച്ചു. ഇതിനെ നിന്നു കൊടുക്കുക, അതിന് വഴങ്ങുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാരുടെ ഉത്തരവാദിത്വമാണ്. അവിടെ ഒരു MP-ക്കും MLA-ക്കും മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആണെന്ന് ധരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് ഈ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി ആ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാത്തവരായി മാറുന്നു എന്ന് പറയാൻ കഴിയും. ആ നിലയിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇത്തരം പരിശ്രമങ്ങൾ നടത്തുന്നത് ഗുണകരമല്ല. അത് വോട്ടർമാർക്കിടയിൽ വലിയ തിരിച്ചടിയും വലിയ തെറ്റായ ഒരു മതിപ്പില്ലായ്മ സൃഷ്ടിക്കുന്നതിനും ഇടവരുത്തും എന്നുകൂടി ഈ പരിശ്രമം നടത്തുന്ന നേതാക്കൾ തിരിച്ചറിയുന്നത് നന്നാവും എന്ന ഒരു പൊതുവികാരത്തിന്റെ പൊതുവിൽ ശക്തിപ്പെടുകയും ചെയ്യും വാർത്തകളുടെ വസ്തുതകൾ പുറത്തു വരുന്നതോടെ. ആദ്യം ശരി, വ്യക്തമാണ്. ശരചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.